ആദ്യം നമ്മളെ കാളത്തിൽ ഈ ഇരയെ സെറ്റാക്കണം. നമ്മളെ ഇന്നത്തെ ഇര കോഴീൻ്റെ വേസ്റ്റ്, അതായത് കോഴീൻ്റെ ലിവർ. കുളത്തിൽ നിറച്ചും തെങ്ങിൻ്റെ മടലൊക്കെ വീണത് കൊണ്ട് കാളം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എല്ലാം ആദ്യം എടുക്കുക. ഈ കുളത്തിൽ നിന്ന് കുറേ ആൾക്കാർ വലിയ വലിയ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അങ്ങ് വന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ട്രൈ ആക്കിയാലല്ലേ റിസൾട്ട് കിട്ടും. കൊത്തി ഇതാ ചരടിനെ വെച്ചോണ്ട് പോകുന്ന നോക്കിയാ, നൂല് കൊണ്ടു നോക്കിതാ. കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം, എന്നാലേ അത് കാലത്തിൽ ശരിക്കും കേണിയും. അങ്ങനെ ആദ്യം ഒന്ന് സൈഡ് വരെ വന്നിട്ട് രക്ഷപ്പെട്ടു പോയി. ഇത് രണ്ടാമത്താണ്. നമ്മളിവിടെ ഇതിനെ ഹണബസം എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന് എന്ത് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ? ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ നമുക്കറിയും. ആദ്യം കിട്ടിയ മീൻ ഇത് ഈ കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സാധനം ഹണബസം. അത് ഭയങ്കര മുള്ളലുള്ള മീനായതുകൊണ്ട് കയ്യിൽ നിന്ന് പിടിക്കാൻ കഴിയും. ഇപ്പോൾ അത് ഭയങ്കര തറക്കുന്നൊരു മുള്ളുണ്ട് അതിന്. കുറച്ച് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. പിന്നെ രണ്ടാമത്തെ മീൻ ട്രൈ ആക്കുന്നുണ്ട്. ഈ പ്രാവശ്യം കോഴിൻ്റെ വേസ്റ്റ് അല്ല, അവിടുന്ന് വേറൊരു സാധനം കിട്ടി. ഇത് നമ്മുടെ നാട്ടിൽ നെയ്ച്ചിങ്ങാന്ന് പറയുന്നത്. ഈ പാടത്തെല്ലാം ഉണ്ടാകുന്നില്ല ഒരു ജീവി, അതിൻ്റെ അത്. കണ്ടതാ ഇപ്പൊ കിട്ടിയത് വരാല്. രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയ വരാൽ. നല്ലൊരു വരാലിനെ കിട്ടി. നല്ല തൂക്കമുള്ളൊരു വരാലിനെ കിട്ടി. ഏകദേശം 2-2.5 കിലോ തൂക്കമുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് കിട്ടി. അങ്ങനെ വലിയൊരു വരാലിനെ കിട്ടി. ഏതായാലും നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തൊരു മീൻ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ ശക്തമായിട്ട് കയറാൻ തുടങ്ങിയ സാധ്യത കാണുന്നുണ്ട്. ഇതാലിപ്പോൾ നല്ല മഴ വരുന്നേക്കാൾ മുമ്പ് ഇത് ഇവിടുന്ന് മെല്ലെ വിടണം, ഇല്ലെങ്കിൽ നനയേണ്ടി വരും.